ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ ബൂത്തുകളിലേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ, അതായത് പോളിംഗിന് ആവശ്യമായ സാധന സാമഗ്രികളുമായിട്ടാണ് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ബൂത്തുകളിലേക്ക് പോകുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സംഘർഷബാധിത മേഖലകളിൽ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. 121 മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഈ തേജസ്വി യാദവ്, അതുപോലെ തന്നെ തേജ് പ്രതാപ് യാദവ് എന്നിവരൊക്കെയാണ്. ഈ റിക്ഷകളിലൊക്കെയാണ് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ ബൂത്തുകളിലേക്ക് പോകുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോളിംഗിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ 18 ജില്ലകളിലായുള്ള 121 മണ്ഡലങ്ങളിലാണ് ഈ പോളിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചില ബൂത്തുകൾ സംഘർഷബാധിത മേഖലകളിലുള്ള ബൂത്തുകളാണ് എന്നതാണ് പ്രത്യേകത. ആ ബൂത്തുകളിൽ ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒന്നാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പല മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ വിന്യാസം ഉൾപ്പെടെയാണ് ഈ മേഖലകളിൽ പല ബൂത്തുകളിലും ഉള്ളത്. ഈ വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാം ഉദ്യോഗസ്ഥർ, അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായുള്ള ഉദ്യോഗസ്ഥരും മറ്റും പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൂത്തുകളിലെ എല്ലാ സംവിധാനങ്ങളും മറ്റും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പട്നയിൽ നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.